ക്ലാസ്സിന് വന്ദനം. ആദരണീയ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ നാം ഏറെ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയുടെ 151ാം ജന്മദിനമാണ് ഇന്ന്. ഈ സന്തോഷവേളയിൽ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്ന് ഗാന്ധി ജയന്തി. ലളിത ജീവിതത്തിലൂടെയും അഹിംസയുടെ പാത പിന്തുടർന്ന് ഓരോ ഇന്ത്യക്കാരനും മാതൃകയായി തീർന്ന ബാബുജിയുടെ ജനനം 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും ഇളയ പുത്രനായി ജനിച്ചു. 1891-ൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അഭിഭാഷക ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തിരിഞ്ഞ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പൊതുജനത്തിനിടയിലേക്ക് ഇറങ്ങി വന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അഹോരാത്രം പ്രയത്നിച്ച മഹത് വ്യക്തി. അഹിംസയിലൂന്നിയ സമരരീതികൾ മറ്റു സമര നേതാക്കന്മാരിൽ നിന്നും ഗാന്ധിജിയെ വ്യത്യസ്തനാക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് ആയുധമെടുക്കാതെ അഹിംസാ മാർഗത്തിലൂടെ പൊരുതി ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാവ്. സത്യാഗ്രഹം എന്ന സമരരീതിയുടെ ഉപജ്ഞാതാവ്. മഹാത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്ന അർത്ഥം വരുന്ന ബാബുജി എന്നീ നാമവിശേഷങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ബാബുജിയെ സ്നേഹത്തോടെ വിശേഷിപ്പിച്ചത്. അഹിംസയിലൂന്നിയ ജീവിതവും ആദർശങ്ങളും ലളിത ജീവിതവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചപ്പോഴാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനങ്ങളുടെ സ്വന്തം ബാബുജിയെ മാറിയത്. കൂട്ടുകാരെ, മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ പ്രയാസകരമായ പലതും അഹിംസയിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ജനത്തോട് വിളിച്ചു പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നാൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്നും അതിന് നൽകിയ സന്ദേശം എന്തെന്നും ഇതിലൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ലോകമെമ്പാടും കൊറോണ എന്ന വൈറസിന്റെ പിടിയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും രോഗവ്യാപനം കൂടുകയാണ്. ആയതുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാജ്യത്തോട് ചെയ്യേണ്ട കടമകൾ നാം ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഗവൺമെന്റിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങളും രോഗനിയന്ത്രണ മാർഗങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ട കടമ നാം പൂർത്തിയാക്കണം. രാജ്യത്തിനു വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയത്നിച്ച മഹാത്മാവിന്റെ ജന്മദിനത്തിൽ നാം ഏവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. ഭാരതത്തിനു വേണ്ടി കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണത്തിനു വേണ്ടി ആരോഗ്യപാലകരുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് അനുസരിക്കുമെന്ന്. ഇന്ന് ചെയ്യുന്ന ഭാവിയായിരിക്കും നാളെയെന്ന് യുവാക്കളോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യയുടെ പിതാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണാമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി, നമസ്കാരം.